ഹായ് ഹലോ വെൽക്കം ടു എ ന്യൂ വീഡിയോ. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒന്ന് പുറത്തിറങ്ങിയിട്ടാണുള്ളത്. അപ്പോൾ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വ്ളോഗാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയ്ക്ക് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞങ്ങളൊരു ഈവനിങ്ങിലാണ് കേട്ടോ പുറത്തിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അന്തലൂസ് മാളിലേക്കാണ്. അവിടെ പോയാൽ എമ്മിക്കുട്ടിൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേനും എമ്മിക്കുട്ടി നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയ പാടെ എമ്മി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് വിളിച്ചുണർത്തി നമ്മളിത് നേരെ അന്തലൂസ് മാളിനുള്ളിൽ കയറിയിട്ടുണ്ട്. ഈ ഒരു സലൂണിൽ നിന്ന് കേട്ടോ എമ്മി മോൻ്റെ ഹെയർ കട്ട് ചെയ്യിപ്പിക്കാറുള്ളത് എപ്പോഴും. അപ്പോൾ ഇന്ന് വലിയ തിരക്കില്ല. നമ്മൾ വന്നപ്പോഴത്തേന് ചെയർ ഒഴിവുണ്ടായിരുന്നു. അപ്പോൾ വേഗം തന്നെ ഇരുത്തിയിട്ട് ഹെയറും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യിപ്പിക്കാൻ കേട്ടോ. ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര കംഫർട്ടാണ്, അടിപൊളിയായിട്ടാണ് കേട്ടോ ഇവിടുത്തെ ഹെയർ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ ഇതിന് തൊട്ടപ്പുറത്തിനുണ്ട് സ്പാക്കീസ് ഉണ്ട്. അപ്പോൾ അതിൽ പോയിട്ട് എമ്മിക്കുട്ടിനെ ജസ്റ്റ് എന്തെങ്കിലും കുറച്ച് നേരം കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളിതാ അതിനുള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എമ്മിക്കുട്ടിക്ക് ഒരു കാർഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പെരുന്നാളിൻ്റെ സമയത്ത് റീചാർജ് ചെയ്തപ്പോൾ 6 മന്ത് എന്തോ വാലിഡിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കളിച്ചോട്ടെ, വെറുതെ എക്സ്പയർ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ. എമ്മിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്നിട്ട് ഗെയിം കളിക്കാനും അതുപോലെ ഇവിടെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അതൊക്കെ കയറാനും ചെയ്യാനൊക്കെ എമ്മിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാ എമ്മി ഇരുന്നിട്ട് ഗെയിംസൊക്കെ കളിക്കുന്നുണ്ട്. അതിനിടയിൽ തെറ്റിപ്പോകുന്നുണ്ട് കേട്ടോ. ലാലു എന്തോ ജസ്റ്റ് അതങ്ങനെയല്ല ഇങ്ങനെയെന്നെന്തോ പറഞ്ഞത് ആൾക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലാലു കളിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റിപ്പോയതാണ്. അതിനിടയിൽ അത് കളിച്ച് കഴിഞ്ഞതിൻ്റെ അപ്പുറത്തിന് വേറെ ഒന്നും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കളിക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് നല്ല ഉഷാറായിട്ട് തന്നെ കളിക്കുന്നുണ്ട് കേട്ടോ. ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓൾറെഡി ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗെയിംസ് കളിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ട് ഒറ്റയ്ക്ക് ചെയ്യാനും കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ സ്പാക്കീസിൽ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ അയച്ച് ഒരു വലിയൊരു ഏരിയ ആണ്. കുറേ കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എമ്മി ഇതാ നെക്സ്റ്റ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അപ്പോൾ ഈ ഗെയിം കളിച്ചപ്പോൾ എമ്മിക്കുട്ടിക്ക് ഇതാ സ്റ്റിക്കർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്റ്റിക്കർ നമുക്ക് നമ്മളെ കാർഡിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പോയിൻ്റ് എത്ര കയറണോ അതിനനുസരിച്ച് അവർക്ക് അവിടെ നിന്ന് ടോയ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെയാണ് ഈ ഒരു ഗെയിം കളിക്കുമ്പോഴും ഇതിൽ നിന്ന് നമുക്ക് സ്റ്റിക്കർ കിട്ടും കേട്ടോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് എമ്മി മെയിനായിട്ട് കളിക്കുന്നത്. സ്റ്റിക്കർ കിട്ടാനായിട്ടാണ്. എന്നാൽ പിന്നെ ടോയ് വാങ്ങാമല്ലോ പോയിൻ്റ് കൂടുതലാവുമ്പോൾ, അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഇതാ ഗെയിംസും കാര്യങ്ങളൊക്കെ കളിച്ച് കഴിഞ്ഞ് നമ്മളിത് സ്റ്റിക്കർ ഈ ഒരു മെഷീനിലിട്ടിട്ട് കൗണ്ട് ചെയ്തിട്ട് നമ്മളെ കാർഡിലേക്ക് നമ്മൾ ഈ ഒരു സ്റ്റിക്കേഴ്സിൻ്റെ പോയിൻറ്റ്സ് നമ്മൾ ആഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ടോയ്സ് എന്തെങ്കിലും വാങ്ങാം. കുറച്ചും കൂടി പോയിൻ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതലും വലിയ വലിയ ടോയ്സൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ കുറച്ച് പോയിൻ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ആയിട്ട് നമുക്ക് വാങ്ങാമെന്നും പറഞ്ഞിട്ട് നമ്മൾ എമ്മിനെ പറഞ്ഞ് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവന് കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം വാങ്ങിയാൽ മതി ടോയ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോൻ്റെ താഴേക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ട്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാത്തതൊന്നുമല്ല, നമുക്കങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനില്ല കേട്ടോ. രാവിലെ എമ്മി സ്കൂളിലും ഇവരൊക്കെ വർക്കിനൊക്കെ പോകുന്ന മുന്നേ നമ്മൾ സകല വീട്ടിലുള്ള പണികളും കാര്യങ്ങളൊക്കെ കഴിയും. പിന്നെ നമ്മളിങ്ങനെ ഒന്നും ചെയ്യാനില്ല, നമ്മളിങ്ങനെ എപ്പോഴും ഫ്രീ ആണ്. ചിലപ്പോൾ ഉറങ്ങലായിരിക്കും പണി. അപ്പോൾ നമുക്കങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനില്ല. അപ്പോൾ ഒന്നും നമുക്കങ്ങനെ ഡേ ഇൻ മൈ ലൈഫായിട്ട് എടുത്ത് കാണിക്കാനില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ വീഡിയോസൊന്നും ചെയ്യാത്തത് കേട്ടോ. എന്നാലും മാക്സിമം നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട്. പിന്നെ വീക്കെൻഡൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ പുറത്ത് പോകും. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ എമ്മിക്കുട്ടി നെക്സ്റ്റ് ഒരു ഗെയിമും കൂടി കളിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും 1-2 സ്ഥലത്ത് കൂടിക്ക് പോകാനുണ്ട്. അപ്പോൾ ലേറ്റ് ആവും, പെട്ടെന്ന് വാന്ന് പറഞ്ഞിട്ട് എമ്മിക്കുട്ടിക്ക് കളിച്ച് മതിയായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഏതായാലും ആ ഒരു ഗെയിമോട് കൂടി സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നേരെ പോയിട്ടുണ്ടായിരുന്നത് ലുലുവിലേക്കാണ് കേട്ടോ. ലുലുവിലേക്ക് വന്നത് നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ഒരു കുഞ്ഞു ഷോപ്പിംഗ് ആണ്. മദേഴ്സ് ഡേ ആയതുകൊണ്ട് എമ്മിക്കുട്ടിൻ്റെ സ്കൂളിൽ ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ, അമ്മമാർക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ചെറിയ കോമ്പറ്റീഷനാണ്. അപ്പോൾ നമ്മളും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന് ഫസ്റ്റ് ടൈം തന്നെ ആസ് യൂഷ്വൽ നമ്മൾ ചെന്നിട്ടുള്ളത് ടോയ്സിൻ്റെ സെക്ഷനിലേക്കാണ്. നമ്മൾ എമ്മിനെ ടോയ്സ് വാങ്ങിക്കൊടുത്ത് എത്തിയാൽ മാത്രമേ നമുക്ക് സമാധാനമായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പറ്റുള്ളൂ. ഇങ്ങനെ വെറുതെ കച്ചറുണ്ടാക്കിയോണ്ട് ഇരിക്കും കേട്ടോ. അങ്ങനെ ഒരു ടോയ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വീട്ടിലേക്ക് ഫിഷൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫിഷൊക്കെ വാങ്ങിക്കൊടുത്ത് കട്ട് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഫുഡ് ഫെസ്റ്റിവലൊക്കെ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ.
സമയം നമ്മളിതൊക്കെ ഒന്ന് കണ്ടു നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ നമ്മളെ നാട്ടിലത്തെ പോലെ നാടിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ കുഞ്ഞ് ഷോപ്പ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഫിലിമിൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പഴയ മൂവീസിൻ്റെ പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ട് ഒരു കുഞ്ഞ് കട പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഉപ്പിലിട്ടത്, മാങ്ങ, ക്യാരറ്റ്, പൈനാപ്പിൾ, പിന്നെ കുഞ്ഞു കുഞ്ഞു ക്യാൻഡീസൊക്കെ വെച്ചിട്ട് നമ്മുടെ നാട്ടിലത്തെ പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മളിതാ വീണ്ടും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് കുറച്ചധികം ഫ്രൂട്ട്സ് വേണം കേട്ടോ. നമ്മൾ കോമ്പറ്റീഷനുള്ളത് നമുക്ക് ഫ്രൂട്ട് സലാഡ് മേക്കിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തിരഞ്ഞ് നല്ല ഫ്രൂട്ട്സുകളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുകയാണ് കേട്ടോ. സലാഡിന് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ നമുക്ക് വാങ്ങിക്കണം. പക്ഷെ ഒരുപാട് ക്വാണ്ടിറ്റിയിലൊന്നും വേണ്ട, ചെറിയ ക്വാണ്ടിറ്റിയിൽ എല്ലാ ഐറ്റംസും എടുക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മാംഗോയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ. ലുലുവിൽ ഇപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് ഒരുപാട് മാംഗോസ് ഉണ്ടായിരുന്നു. മാംഗോൻ്റെ സീസണാണ് ഇപ്പോൾ. അപ്പോൾ നല്ല ഫ്രഷ് സാധനം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് നമ്മൾ വീണ്ടും വന്നിട്ട് അവിടെ നിന്ന് ഉപ്പിലിട്ടതും പൈനാപ്പിളും മാംഗോസൊക്കെ വാങ്ങുകയാണ് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ നമുക്ക് കഴിക്കാനുള്ള ചെറിയ ക്വാണ്ടിറ്റി വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ നേരത്തെ. ടേസ്റ്റ് ഉണ്ടെങ്കിൽ പോകുമ്പോഴത്തേനും വീണ്ടും വാങ്ങാമെന്ന് വിചാരിച്ചിട്ട്. ടേസ്റ്റ് ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലേക്കും വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ നെക്സ്റ്റ് നമുക്ക് വാങ്ങിക്കാനുള്ളത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കിട്ടുന്ന ഈ ഒരു സെക്ഷനൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങി നമുക്ക് കുറച്ച് ക്രീംസ് വേണം, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങും. അങ്ങനെ അവിടെ വന്നു അതൊക്കെ എടുത്തു. പിന്നെ ഇനി നമ്മൾ കട്ട് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന ഫിഷും കൂടെ വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേനും അതൊക്കെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് അവർ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതും വാങ്ങി നമ്മൾ നേരെ പോയത് നമ്മുടെ ബില്ലിംഗ് സെക്ഷനിലേക്കാണ്. അങ്ങനെ നമ്മളെ സാധനങ്ങളൊക്കെ നമ്മളിനി ബില്ല് ചെയ്യണം. അതിനുശേഷം നമ്മളിതാ വീട്ടിൽ പോവാണ് കേട്ടോ. ലുലുവിൽ കയറി സാധനം വാങ്ങിയപ്പോഴത്തേനും ഒരുപാട് ടൈമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. അപ്പോൾ വീട്ടിൽ പോകുന്നേരം നമ്മളിതാ നേരത്തെ വാങ്ങിച്ചിട്ടുള്ള മാംഗോയും അതുപോലെ തന്നെ പൈനാപ്പിളൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. നല്ല ഉപ്പും ഒക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാൻ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ഞാനിവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ഇനി എമ്മിക്കുട്ടിൻ്റെ സ്കൂളിലത്തെ മദേഴ്സ് ഡേൻ്റെ വീഡിയോ ഒക്കെ ആയിട്ടുള്ളൊരു ചെറിയ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ അയച്ചു തരാം. അതുവരേക്കും ബൈ.